അനുഗ്രഹിക്കപ്പെട്ട പുതിയ കുടുംബത്തെ വാർത്തെടുക്കുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണ്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടായിരിക്കണം. പ്രത്യേകിച്ച് ലൈവും ക്യാമറയൊക്കെ ഒത്തിരി ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ നന്നായിരിക്കുന്നതിന് ഞാൻ ഒത്തിരി മീഡിയയിലൊക്കെ ഫോക്കസ് ചെയ്ത കാണാം. ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരാത്മസാന്നിധ്യത്തിൻ്റെ നടുവിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് കർത്താവിൻ്റെ ഉടമ്പടിക്കായി ഇന്ന് പകൽക്കാലം കടന്നുവന്നിരിക്കുന്ന ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞാൻ ശുശ്രൂഷിക്കുന്ന ഓക്സ്ഫോർഡ് UK എന്ന പട്ടണത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ജോലിയോടനുബന്ധിച്ച് ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും കൊടുക്കുവാനുമെല്ലാം വളരെ പ്രജ്വാലിതയായി കഴിഞ്ഞ 2 വർഷത്തിലധികമായി എൻ്റെ മകൾ ഓക്സ്ഫോർഡിലായിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. സാധാരണ ഞാൻ അങ്ങനെ ഭാവന ചെയ്ത് പോകാറില്ല. പക്ഷേ ദൈവത്തിൻ്റെ നിയമം വന്നതുകൊണ്ടാണ് തീർച്ചയായും എൻ്റെ കൂടെ ശുശ്രൂഷിക്കുകയും ഓരോ മെമ്പറിലൊക്കെയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജിൻസി വിവാഹത്തിന് ഇന്നലെയായി കൃപ ചെയ്തു. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച കുടുംബങ്ങൾക്കുള്ള ആദ്യത്തിൻ്റെ നന്ദി ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ഇവിടെയായിരിക്കുന്ന സന്തോഷത്തോടെ കുടുംബങ്ങളൊക്കെ ആയിരിക്കുകയാണ്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രത്യേക വിവാഹത്തിലേക്ക് കരം പിടിക്കുന്ന സിനുടേവനാണ് സ്തോത്രം ചെയ്തു. ഇരു കുടുംബങ്ങളെ കർത്താവ് ഇനി മുതൽ 2 ഒന്നാക്കുന്ന നിമിഷത്തിനായി നൽകി പാസ്റ്റർ സാമിച്ചൻ അച്ചായനോട് കൂടെയുണ്ട്. താങ്ക് യു. ആൻഡ് ഞങ്ങളുടെ ബഹുമാനിക്കുന്ന പാസ്റ്റർ ബ്രദർ സുരേഷ് ബാബു തുടങ്ങിയ പാസ്റ്റർ രാജേശ്വരന്മാർ പാസ്റ്റർ ഗുണേശ്വരൻ കൂടാതെ ഇതിന് നേതൃത്വം അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന ജോസഫുമാർ പാസ്റ്റർ എല്ലാ ദേവദാസന്മാരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിലെയും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്ന ഒരു ചെറിയ നിമിഷപരിതമായി സംസാരിക്കുന്ന അതിൻ്റെ പിന്നാലെ എന്നെക്കാളും ശക്തനായ ദേവദാസൻ എൻ്റെ പുറകെയുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സ്നാക്സോ അല്ലെങ്കിൽ ഒരു സോമാസ് കർത്താവ് അതിനായി നിയോഗിച്ചതായി സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മൾ ഒരുക്കപ്പെടുകയായിരിക്കുമ്പോൾ കുടുംബ ബന്ധത്തിന് ദൈവം വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. യേശുവിന്റെ മിനിസ്ട്രിയിൽ പോലും ആരംഭം ഒരു വിവാഹമില്ലായിരുന്നു. വിവാഹം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ പ്രവർത്തിക്കുന്ന സുവിശേഷ 2-ാമത്തെ പാട്ട് പറയുന്നു. യേശു അടയാളങ്ങളുടെ ആരംഭമായി ഗലീലി കനാലിൽ വെച്ചിട്ട് മഹത്വം വെളിപ്പെടുത്തി. യേശുവിനെ ക്ഷണിക്കുന്ന ഭവനത്തിൽ ബിരിയാണികൾക്കുള്ള മഹത്വമാണ് വെളിപ്പെടുന്നത്. ഇന്ന് സേനവും ജംഗ്ഷനുമായി വിവാഹം ഇവിടെ നടക്കുമ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവിക മഹത്വത്തിന്റെ കാര്യത്തിലായിരിക്കും ദൈവത്തിന്റെ ഈ ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഉടമ്പടി നടക്കുവാൻ പോകുന്നത്. ഏത് പ്രധാനത്തിൽ മനുഷ്യനെയും സ്ത്രീയെയും ഒരേ ശരീരത്തിൽ നിർമ്മിച്ചതായി ഉണ്ടാക്കിയതായി പഠിക്കുന്നു. അതിനുശേഷം മൃഗങ്ങൾ, കന്നുകാലികൾ, പറവജാതികൾ, കാട്ടുമൃഗങ്ങൾ എല്ലാം മുൻപിലൂടെ കടന്നുപോയി പേരുകൾ ഈ മനുഷ്യൻ പറയുകയുണ്ടായി. അതിനുശേഷം അതിനകത്ത് നോക്കി മനുഷ്യനെ പറ്റിയൊരു തുണയുണ്ടോ എന്ന് ഒന്നും കണ്ടെത്തിയില്ല. കാരണം മനുഷ്യൻ നിന്നത് ഒരു മഹത്വത്തിലായിരുന്നു. മഹത്വം മാറുന്നതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യന്റെ വിവാഹത്തിന്റെ സിസ്റ്റമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. മഹത്വത്തിലേക്ക് 2 പേരും കടന്നു നീങ്ങിയതുകൊണ്ട് വചനപ്രകാരം ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹം കഴിക്കുന്നു. ക്രിസ്തീയ സമൂഹം പോലും ഇന്ന് മാരേജിന്റെ സിസ്റ്റങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകർന്നിരിക്കുന്ന എന്റെ കുടുംബങ്ങളോട് പറയട്ടെ, വചനപ്രകാരം ഉള്ള വിവാഹമാണ് ഇന്ന് പകൽ ഇവിടെ നടക്കുന്നത്. യുണൈറ്റഡ് കിങ്ഡത്തിലും ക്രിസ്ത്യൻ സഭകളിൽ വിവാഹത്തിന്റെ സിസ്റ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ വീടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറവുകളെ മാറ്റുവാൻ, നമ്മുടെ ബലഹീനതകളെ മാറ്റുവാൻ, നമ്മുടെ നിന്ദകളെ മാറ്റുവാൻ ദൈവത്തിന്റെ മഹത്വത്തിന് കഴിയും. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മഹത്വത്തോടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന 2 കുഞ്ഞുങ്ങളും അവരുടെ ലൈഫിൽ കുറവുകളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം.
ഇല്ലായ്മകളുണ്ടാകാം. എന്നാൽ ദൈവമഹത്വപ്രകാരം ഒരു വിവാഹം നടക്കുന്നത് കൊണ്ട് അവിടെ സകലത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൽ എന്നും ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ജിൻസിയെ ചില നാളുകളായി, ചില വർഷങ്ങളായി ഞാൻ കാണുന്നുണ്ട് പ്രാർത്ഥനയിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. വളരെ ജോലി തിരക്കിട്ടുള്ള നിമിഷങ്ങളാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെ ദൈവം മാനിക്കും. ഇങ്ങനെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ദൈവരാജ്യത്തിലൂടെ ഇടവരും. ഞാൻ രണ്ടു കാര്യം പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മത്തിലെ ദൈവസഭയുടെ എല്ലാവരുമായി ബ്ലസ്സിംഗ് നടന്നു പാടില്ല. സഭയായ എല്ലാവരും ദൈവം കാണുന്നുണ്ട്. പ്രത്യേക അധ്യക്ഷനും ശനിയും പ്രത്യേക ആത്മീയ അനുഗ്രഹങ്ങളെ നിറഞ്ഞുകൊള്ളുന്നു. ഇവിടെ നമ്മൾ വായിച്ചിട്ടുണ്ട് മാരേജ് ഈസ് എ ഉടമ്പടി, നോട്ട് എ കോൺട്രാക്ട്. വിവാഹം ഒരു ഉടമ്പടിയാണ്. അത് കോൺട്രാക്ട് 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ഉള്ളതല്ല. ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. ജീവിതകാലം മൊത്തം ഒരു ഭാര്യയും ഒരു ഭർത്താവുമാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായുള്ള ബന്ധത്തിൽ വിവാഹം നടക്കുകയാണ്. ജനസിസ് 2 മനുഷ്യൻ എല്ലാത്തിലും നോക്കി പക്ഷെ കഴിയില്ല. പക്ഷെ ദൈവം ഏറ്റവും ബെസ്റ്റ് ആയത് കൊടുത്തു. അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നില്ല. അത് 2 കാര്യം പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അത് ഷെയർ ചെയ്യുവാനുള്ള മനോഭാവം ഉണ്ടാകും. 2 serve each other, love and joyfully. എന്ത് സെർവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സന്തോഷവും ആനന്ദത്തോടെയായിരിക്കും. 3 love each other. 4 take time to respect each other. നിങ്ങൾ